നമസ്കാരം. ദർശന ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിരുന്നിൻ്റെ ടീമുള്ളത് അബുദാബിയിലാണ്, അബുദാബി മുസഫയിലാണ്. ഇന്ന് വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കുവാൻ നമ്മോടൊപ്പമുള്ള അതിഥി വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജനിച്ചു വളർന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു അറബിക് ആണോ ഇവിടെ ഉള്ളത്? അല്ല, ഒരു മലയാളി തന്നെയാണ്. വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ജനിക്കുകയും വളരുകയും പഠിക്കുകയും വിദ്യാഭ്യാസ കാലഘട്ടത്തിനും അപ്പുറത്തേക്ക് ബിസിനസ് മേഖലയിലേക്ക് വളർന്നിട്ടുള്ളൊരു വ്യക്തിത്വം. മുസഫ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അമൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഒട്ടനവധി ബിസിനസ്സുകളുടെ ഒരു വലിയൊരു സംരംഭമാണ് ഇദ്ദേഹത്തിൻ്റെ കീഴിലുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് അമൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ മിസ്റ്റർ അർഷദ് മുഹസിനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവും ബിസിനസ് വിശേഷങ്ങളുമായി ഇന്നത്തെ വിരുന്ന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. വളരെ സ്നേഹത്തോടു കൂടി ബഹുമാനത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു അർഷദ് സാറിനെ വിരുന്നിലേക്ക്. സാർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സാർ, ആദ്യം തന്നെ ഒരു വളരെ സന്തോഷമുള്ള ഒരു കാര്യം, ഞങ്ങൾ വിരുന്നിൻ്റെ ദർശന ടി വി വിരുന്നിൻ്റെ ഒരുപാട് എപ്പിസോഡുകൾ മിഡിൽ ഈസ്റ്റിൻ്റെ പല കൺട്രീസിലും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ആദ്യ ചോദ്യത്തിൽ തന്നെ താങ്കളുടെ നാട്ടിലെ കുട്ടിക്കാല ഓർമ്മകളെക്കുറിച്ചായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വരുമ്പോൾ ഒരു ട്വിസ്റ്റ് വരികയാണ്. താങ്കളുടെ ജനനവും അതുപോലെ തന്നെ വളർച്ചയും കുട്ടിക്കാലവും വിദ്യാഭ്യാസ കാലവും ഒക്കെ തന്നെ അബുദാബി കേന്ദ്രീകരിച്ചായിരുന്നു. ഓർമ്മകളെക്കുറിച്ചൊന്ന് പറയൂ. അന്നത്തെ കാലത്തെ ഓർമ്മകൾ, അബുദാബിയുടെ അന്നത്തെ കാഴ്ചകൾ ഒന്ന് പറയൂ. എൻ്റെ ചെറുപ്പകാലം എനിക്ക് ഓർമ്മ വെക്കുന്ന സമയത്ത് പുരോഗതിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോലും ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ടൗണുകളൊന്നും ഇത്രമാത്രം റഷോ അല്ലെങ്കിൽ ക്രൗഡഡ് അല്ലായിരുന്നു. പിന്നെ അത്രയധികം പ്രവാസികളും ഇല്ലായിരുന്നു. ഉള്ളവരെല്ലാം വളരെയധികം കൂട്ടായ്മ, കുടുംബം പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുകയും അതുപോലെ നാട്ടിൽ പോകുന്നതും വരുന്നതും ഒരു വലിയൊരു ചടങ്ങ് പോലെ കൊണ്ട് നടന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു എൻ്റെ ഓർമ്മയിൽ എനിക്ക് റീകളക്ട് ചെയ്യാൻ കഴിയുന്നത്. അന്ന് വളരെ കുറച്ച് മലയാളികൾ മാത്രമാണ് ഇവിടെ കുടുംബമായി ജീവിക്കുന്നത്. എൻ്റെ ഉമ്മ ഉപ്പ ഉള്ള കാലഘട്ടത്തിൽ ഞങ്ങളുടെ കുറച്ച് കുടുംബങ്ങൾ മാത്രമായിരുന്നു ഇവിടെ ഫാമിലി ആയിട്ട്. ബാക്കിയുള്ളവരെല്ലാവരും ബാച്ചിലേഴ്സും. അപ്പോൾ ഞങ്ങളെ കുട്ടികളെ കാണുമ്പോഴും കുടുംബങ്ങളെ കാണുമ്പോഴും അവർക്ക് വലിയൊരു ആനന്ദവും അവരുടെ സ്വന്തം കുടുംബങ്ങളെ പോലെയുള്ള ഒരു സ്നേഹവും സൗഹൃദവും പരസ്പരം ഉണ്ടായിരുന്നു. അതെല്ലാം വലിയൊരു ഓർമ്മകൾ തന്നെയാണത്. അത്രമാത്രമുള്ളൊരു കൂട്ടായ്മയും സൗഹൃദവും സ്നേഹവും അതൊക്കെയായിരുന്നു എൻ്റെ ഓർമ്മകൾ. അല്ല, ഇതിപ്പോൾ താങ്കൾ പറയുമ്പോൾ എനിക്കറിയാൻ സാധിച്ചിരിക്കുന്നത് പ്രവാസി മലയാളികളിൽ ആദ്യ ഘട്ടത്തിലൊക്കെ ഉള്ളൊരു വ്യക്തിത്വമായിരുന്നു താങ്കളുടെ ഉപ്പ, താങ്കളുടെ ഫാദർ. ഏകദേശം 55 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം തുടങ്ങിയൊരു വ്യക്തിത്വമായിരുന്നു. അന്ന് ഷിപ്പിലൊക്കെ ആയിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉപ്പയുടെ വിശേഷങ്ങളെക്കുറിച്ചും, ഇപ്പം നാട്ടിലാണെന്നറിയാം. ഒരു ദീർഘകാലത്തെ പ്രവാസ ജീവിതത്തിനൊടുവിലാണ് അദ്ദേഹം ഇപ്പോൾ നാട്ടിൽ വിശ്രമകാലം ഏറ്റെടുത്തിരിക്കുന്നത്. ഉപ്പയുടെ ഓർമ്മകളും വിശേഷങ്ങളും. ഉപ്പ വളരെ യൗവന കാലഘട്ടത്തിൽ തന്നെ ഉപ്പ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഗൾഫിൽ ആദ്യമെത്തിയ മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ കൂട്ടത്തിൽ വിരലെണ്ണാവുന്ന കുറച്ച് ആളുകളിൽ ഒന്നായിരുന്നു എൻ്റെ ഉപ്പ. മൊഹസിൻ ഹാജി എന്നാണ് പേര്. ഇവിടെ വളരെ ഏറെ വർഷങ്ങൾ ഇവിടെ പല മേഖലകളിലും ജോലി ചെയ്തു. വലിയ സമ്പാദ്യങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്നും സന്തോഷവും ആരോഗ്യവുമായിരിക്കുന്നു. ഇന്നും ഞങ്ങളുടെ കാര്യങ്ങളിൽ ഞങ്ങളുടെ കൂടെ ഒത്തൊരുമിച്ച് തീരുമാനങ്ങൾ എടുക്കാനും ഞങ്ങളുടെ പ്രയാസങ്ങളിലും ഞങ്ങളുടെ പ്രശ്നങ്ങളിലും ഓടിയെത്താനും ഉള്ള ആരോഗ്യവും ആഫിയത്തും അള്ളാഹു ഇന്ന് വരെ കൊടുത്തിട്ടുണ്ട്. ഇനിയും ദീർഘായുസ്സ് കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അതുപോലെ അന്ന് മുതൽ ഞങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുള്ള ഉപ്പ ചെയ്തിരുന്ന ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളും പൊതു
സഹായങ്ങളും ഒരുപാട് ചെയ്തുകൊണ്ടായിരുന്നു ആ ചെറിയ ചെറിയ സംരംഭങ്ങൾ കൊണ്ടുപോയിരുന്നത്. അതുപോലെ പല കാര്യങ്ങളിലും നമുക്കും പറ്റുന്നതുപോലെ കുറേ സഹായങ്ങളും അത്രയൊന്നുമല്ലെങ്കിലും കുറച്ചെല്ലാം അവരുടെ പാതകൾ പിൻപറ്റി തുടർന്നു പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. താങ്കളുടെ ഫാദറിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്കും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളും എത്രമാത്രം താങ്കൾ നോക്കി അറിഞ്ഞിട്ടുണ്ട്? ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടും സഹിച്ചുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഞങ്ങളെല്ലാം നോക്കി വളർത്തിയിട്ടുള്ളത്. കാരണം ഞാൻ കണ്ടിടത്തോളം ഇതുവരെ ഫാദർ ഒരു സ്ഥലത്ത് എംപ്ലോയിഡ് ആയിട്ടില്ല. ഞാൻ ജനിച്ച അന്ന് മുതൽ ആളൊരു എംപ്ലോയറായിരുന്നു. ഞാൻ ഇതുവരെ ഫാദർ ഒരു ശമ്പളം മേടിക്കാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ശമ്പളം മേടിക്കാൻ ഇന്ന് കിട്ടും എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. മറിച്ച് ശമ്പളം കൊടുക്കേണ്ട ദിവസമാണ് നാളെ, ശമ്പളം കൊടുക്കേണ്ട ദിവസം അടുത്തു എന്നുള്ളൊരു ബേജാറിലേക്കൂടി സംസാരിക്കുന്ന ഘട്ടങ്ങൾ മാത്രമാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അന്ന് മുതൽ ഫാദർ ശമ്പളം കൊടുത്തുകൊണ്ടാണ് ഈ കാലഘട്ടം വരെ ജീവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളുടെ പഠിപ്പ് കഴിഞ്ഞിട്ടും ഞങ്ങൾക്കും ഫാദറിൻ്റെ കൂടെ ആ ഫുഡ് സ്റ്റെപ്പ് ഫോളോ ചെയ്തുകൊണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാനും ഫാദറിൻ്റെ കൂടെ ആ ചെറിയ സംരംഭത്തിൽ തന്നെ ഞാനൊരു MBA UK എഡ്യൂക്കേഷൻ കഴിഞ്ഞ് MBA കഴിഞ്ഞിട്ടും എൻ്റെ ഫാദറിൻ്റെ ആ ചെറിയ ഗ്രോസറിയിൽ നിന്നുകൊണ്ടാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ നിന്നിട്ടാണ് ഞാൻ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നാണ് എൻ്റെ വലിയ വലിയ സ്വപ്നങ്ങളെല്ലാം എനിക്ക് ഓരോന്നോരോന്നായിട്ട് സാധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ചെറിയ ഗ്രോസറിയിൽ ഒരു ഡെലിവറി ബോയ് എന്നുള്ള നിലയിൽ ഒരു 1000 ദിർഹം സാലറിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഇതിൽ നിന്നാണ് ഇന്ന് ഫ്യൂച്ചർ അമൽ ഫുഡ് സ്റ്റഫ്, അമൽ സൂപ്പർ മാർക്കറ്റ്, അമൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നുള്ള ആ ഒരു സംരംഭത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. ചിലപ്പോൾ താങ്കളോടൊപ്പം തന്നെ താങ്കളുടെ സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ ആരൊക്കെയായിരുന്നു അന്ന് അബുദാബിയിലുണ്ടായിരുന്നത്? അവരുടെ ഇപ്പോഴുള്ള അവരെവിടെയാണുള്ളത്? അവരുടെ വിശേഷങ്ങൾ കൂടി പറയും. ഞങ്ങൾ 5 മക്കളാണ് ഞങ്ങളുടെ ഫാദറിനുണ്ടായിട്ടുള്ളത്. മൂത്ത ആൾ നൗഷാദ്, രണ്ടാമത്തെ ആൾ സംഷാദ്, മൂന്നാമത്തെ ആൾ ആണ് ഞാൻ അർഷാദ്. പിന്നെ എൻ്റെ താഴെ ഒരു ബ്രദർ അബ്ദുൽ വഹാബ്, പിന്നെ അതിൻ്റെ താഴെ ഒരു സിസ്റ്റർ അമൽ. ഞാൻ പിന്നെ എൻ്റെ താഴെയുള്ള ബ്രദറും സിസ്റ്ററും ഞങ്ങൾ 3 പേരും ഇവിടെ തന്നെയാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതെല്ലാം. നൗഷാദ് മൂത്ത ജ്യേഷ്ഠനാണ്. ഞങ്ങളുടെ ഫാദറിന് തുല്യമാണ്, ഇവിടെ ഉണ്ട് ഇപ്പോഴും. അലൈനിൽ ലൈഫ് വാട്ടർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഉടമസ്ഥനാണ്. ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്, അതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഗവൺമെൻറ്റിൻ്റെ സഹായം കൊണ്ട് അവരുടെ സ്ഥലത്ത് തന്നെ നമുക്കത് മാനുഫാക്ചർ ചെയ്യാനും ഡിസ്റ്റിൽ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരു സംവിധാനത്തിൽ അതിൻ്റെ നേതൃത്വം കൊടുത്തുകൊണ്ട് അലൈനിലാണ് അദ്ദേഹം സ്ഥിതി ചെയ്യുന്നത്. ആൾക്ക് 3 മക്കളാണ്. കുറേ കാലം കുട്ടികളില്ലാതെ അള്ളാഹു എൻ്റെ അനുഗ്രഹത്താൽ 3 മക്കളെ ഒരുമിച്ച് അള്ളാഹു കൊടുത്ത ഒരു സൗഭാഗ്യവാനാണ്. പിന്നെ ഉള്ളത് എൻ്റെ ഒരു അനിയൻ അബ്ദുൽ വഹാബ്, ഇവിടെ ഫസ്റ്റ് ഗൾഫ് ബാങ്കിലുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുന്നേ നാട്ടിൽ റീലൊക്കേറ്റ് ചെയ്തു. വാപ്പാനെയും ഉമ്മാനെയും നോക്കാനും അവരെ സംരക്ഷിക്കാനും അവരുടെ കൂടെ ഒരാളുണ്ടാവണം എന്നുള്ള അത്യാവശ്യത്തിൽ ഞങ്ങൾ തന്നെ ആളെ റീലൊക്കേറ്റ് ചെയ്തു നാട്ടിലേക്ക്. പിന്നെ 2 സിസ്റ്റേഴ്സ് ഉള്ളത്, അവരും മാരീഡാണ്, 2 പേരും നാട്ടിലാണ്. സന്തോഷമായിട്ട് മൈക്രോ ഫാമിലിയിലേക്ക് വരികയാണ്. എനിക്ക് 4 മക്കളുണ്ട്. മൂത്ത 2 പെൺകുട്ടികളാണ്. ഒരാൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഐഷ എന്നാണ് പേര്. പിന്നെ ഒരാൾ 6ൽ പഠിക്കുന്നു, അസീസ എന്നാണ് പേര്. പിന്നെ മൂന്നാമത്തത് ഒരു ആൺകുട്ടിയാണ്, അനസ്, 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഏറ്റവും താഴെയുള്ളത് അസ്സ എന്ന് പറഞ്ഞിട്ട് ഒരു മകളുണ്ട്.
അങ്ങനെ 4 മക്കളാണ്. വൈഫിൻ്റെ പേര് സാബിറ എന്നാണ് പേര്. അദ്ദേഹം നാട്ടിൽ സാറിൻ്റെ സ്വദേശം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ശരിക്ക് ചാവക്കാട് എടക്കയ്യൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. വൈഫ് ഹൗസ് തൊഴിയൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരു കടവ് കടന്നു കഴിഞ്ഞാൽ അപ്പുറത്തേക്കുള്ള ദൂരമാണ്, അത്രയും അടുത്താണ്. താങ്കൾ ഇപ്പോൾ അമൽ സൂപ്പർ മാർക്കറ്റ്, അതുപോലെ തന്നെ ഫ്യൂച്ചർ അമൽ ഫുഡ് സ്റ്റഫ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്, അതോടൊപ്പം തന്നെ റോയൽ എമിറേറ്റ്സ് കാറ്ററിംഗ് സെക്ഷൻ, അങ്ങനെ ഒട്ടനവധി ബിസിനസ് സംരംഭങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം വിജയത്തിന് പിന്നിൽ തീർച്ചയായിട്ടും നമുക്കറിയാം താങ്കളുടെ ഫാദറാണ് മുഹസിൻ ഹാജി അല്ലേ. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും സത്യസന്ധതയും ബിസിനസ്സിനോടുള്ള ആറ്റിറ്റ്യൂഡും തന്നെയാണ് ജീവിതത്തെ ഇത്തരം നിലവാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്നാലും ഇപ്പോഴുള്ള ഈ ബിസിനസ് സംരംഭങ്ങൾ വളർന്നു പന്തലിക്കുവാൻ അതിൽ താങ്കൾ കാണുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എൻ്റെ ഫാദറിൻ്റെ കൂടെ വളരെ കാലം മുന്നേ ജോലി ചെയ്തിട്ടുള്ള അനവധി സ്റ്റാഫുകളും ഇന്നും ഫാദറിൻ്റെ കൂടെ നാട്ടിൽ ഒരുമിച്ച് കൂടുകയും അവരുമായിട്ട് അവർ കൂടിയിരുന്നൊരു ഭക്ഷണം കഴിക്കാത്ത മാസങ്ങൾ ഉണ്ടാവാറില്ല. ആ സ്റ്റാഫുകളോട് ഫാദർ കാട്ടുന്ന ആ ഒരു സ്നേഹവും അവർ തിരിച്ച് ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും അവരുടെ ഒരു എംപ്ലോയർ എന്നുള്ളതിലുപരി ഒരു എൽഡർ ബ്രദർ അല്ലെങ്കിൽ ഒരു ഫാദർ എന്നുള്ള നിലയിൽ അവർ ആ കാട്ടുന്ന കടമയും ഇതും അതെനിക്ക് വലിയൊരു മാതൃകയായിരുന്നു. അത്രയൊന്നും എനിക്ക് കാട്ടാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൽ കുറച്ചെല്ലാം ഒപ്പിയെടുത്ത് എൻ്റെ സ്റ്റാഫുകളോടും എനിക്ക് അതുപോലെ ചില സ്നേഹത്തിൽ എനിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരുവിധം സ്ഥാപനത്തിൽ നിന്നിട്ടുള്ള എല്ലാ സ്റ്റാഫുകളും തുടക്കം മുതൽ ഇന്ന് വരെ അവർ എൻ്റെ കൂടെ തന്നെ തുടർന്ന് പോകുന്നുണ്ട്. അവരെല്ലാം വളരെ ആത്മാർത്ഥതയോടും അവർ സ്വന്തം സ്ഥാപനം പോലെ ഒരിക്കലും കണ്ടിട്ടില്ല. സ്വന്തം സ്ഥാപനം ആയിട്ട് തന്നെ അവർ എൻ്റെ സ്ഥാപനം കൊണ്ടുപോകുന്നത്. ലോകത്തെന്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അത് പണം കൊണ്ട് തിരിച്ചെടുക്കാം എന്നുള്ളൊരു വിശ്വാസം എല്ലാ കാര്യത്തിലും സത്യമല്ല എന്ന് തെളിയിക്കുന്നതാണ് മാതാപിതാക്കളുടെ സാന്നിധ്യം. ആ മാതാപിതാക്കൾ ഉണ്ടാവുമ്പോൾ അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് എല്ലാം ആ സന്താനങ്ങൾ ചെയ്തിരിക്കണം. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഖേദിച്ച് തിരിച്ചു കൊടുക്കാനോ തിരിച്ചെടുക്കാനോ പറ്റാത്ത ഒരു ബന്ധമാണ് മാതാപിതാക്കളായിട്ടുള്ളത്. അത് എല്ലാ മക്കളും അവരുടെ കടമയായിട്ട് നിർവഹിക്കണം. അവർക്ക് വേണ്ടി അവർ ജീവിച്ചിരിക്കുമ്പോൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്ത് നിങ്ങൾ കൈ രണ്ടും കാലിയാക്കി നിൽക്കണം. കഴിഞ്ഞു പോയി നഷ്ടപ്പെട്ടതിൻ്റെ ശേഷം എനിക്ക് അവരുണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യാമായിരുന്നു, അവർക്ക് വേണ്ടി അത് ചെയ്യാമായിരുന്നു, ഇത് ചെയ്യാമായിരുന്നു എന്ന് സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. ഇതാണ് എനിക്ക് എല്ലാവരോടും കൊടുക്കാനുള്ളൊരു മെസ്സേജ്. സാർ, എന്തായാലും ഇത്രയും സമയം താങ്കളുടെ വിലപ്പെട്ട സമയം ബിസിനസ് ലൈഫും പൊതുപ്രവർത്തനവും ഫാമിലിയുമായിട്ടുള്ള ഈ ഒരു സമയം നമ്മുടെ പ്രേക്ഷകരുമായി സംവദിച്ചതിൽ ഞങ്ങളുടെ എല്ലാവിധ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ദർശന TV വിരുന്നു എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിൽ നിൽക്കും എൻ്റെ ഹൃദയപൂർവ്വം നന്ദി.